അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മന്തി റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിൽ ചിക്കനും ഇല്ല, ബീഫും ഇല്ല, മട്ടനും ഇല്ല, ഇതൊന്നും ഇല്ലാതെ ഒരു മന്തി റൈസ് മാത്രമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു ചെറിയൊരു ബൗളിലേക്ക് അല്പം സാഫ്രോൺ ഇട്ട് കൊടുക്കും. ഇതിലേക്കായിട്ട് കുറച്ച് റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഇത് ഗോൾഡൻ ബസുമതി റൈസ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി റൈസിലേക്കായിട്ട് കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തു വെക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ഉണക്ക നാരങ്ങ, 2 കഷ്ണം പട്ട, 6 ഏലക്ക, 7-8 ഗ്രാമ്പു, 4 എണ്ണം ബ്ലാക്ക് കാർഡമം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു സ്റ്റാർ, 2 ബേ ലീഫ്, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ്ഡ്. മന്തി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഒരു 1/4 കപ്പോളം. ഈ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്കായിട്ട് നമ്മൾ മാറ്റിവെച്ച സ്പൈസസ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലെ റെഡ് ചില്ലി ചതച്ചതുണ്ടല്ലോ, അത് പൊട്ട് കൊടുക്കണില്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇത് നന്നായി ചൂടായതിനു ശേഷം, ചൂടാകാന്ന് പറഞ്ഞാൽ ഇതൊന്ന് പൊട്ടി തുടങ്ങുമല്ലോ, ആ സമയത്ത് ഇതിലേക്കായിട്ട് 2 സവാള കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി വഴറ്റി കൊടുക്കാന്ന് വെച്ചാൽ ഇത് നന്നായി വഴന്ന് കിട്ടണം കേട്ടോ. തന്നെയല്ല, ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറുമല്ലോ, ആ സമയത്ത് ഇതിലേക്കായിട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിന്റെ ആ മന്തിന്റെ ഒരു മണം ഉണ്ടാവുമല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട്. പച്ചമുളക് ഇട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ റെഡ് ചില്ലി ചതച്ചതുണ്ടല്ലോ, അതിട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം സോക്ക് ചെയ്ത് വെച്ച അരി ഉണ്ടല്ലോ, അതിലെ വെള്ളം മുഴുവൻ വാർത്തതിന് ശേഷം ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അരിയിലെ വെള്ളം മുഴുവനായിട്ടും വാർന്നിരിക്കണം. വെള്ളം മുഴുവനായും വാർന്നിട്ടില്ല എങ്കിൽ റൈസിന്റെ വേവായി കഴിഞ്ഞാൽ അതിൽ വെള്ളത്തോടെ ആയിരിക്കും. അതുകൊണ്ട് വെള്ളം മുഴുവനായിട്ട് വാർത്തിരിക്കണം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഗോൾഡൻ ബസുമതി റൈസാണ്. ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന തോതിലാണ് വെള്ളം എടുക്കുന്നത്. അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പൊട്ടുന്ന ശബ്ദം വരുമല്ലോ, അതുവരെ. അതിനുശേഷം ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ച സാഫ്രോൺ റോസ് വാട്ടർ കലക്കി വെച്ചിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളവും അത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുക. നന്നായി ഒന്ന് തിള വന്നതിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിക്കുക. ഈ സമയം കൊണ്ട് അരി മുകളിലും വെള്ളം താഴെയും ആയിട്ടുണ്ടാവും, എന്നാൽ പൂർണ്ണമായും വറ്റിയിട്ടുണ്ടാവില്ല. ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇത് മൂടിയിട്ട് ഇതിന്റെ മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 10 മിനിറ്റ് വീണ്ടും വേവിക്കുക. വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷമാണ് ഇത് തുറന്നു നോക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ സമയം പോലെയാണ് റൈസ് വേവിക്കുന്നത് എങ്കിൽ റൈസിന്റെ കറക്റ്റ് വേവായിട്ടുണ്ടാവും. റൈസായി. ഇനി ഇതിലേക്ക് സൈഡായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ പൊരിച്ചെടുക്കാൻ വളരെ കുറച്ച് മാത്രം ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4ലും താഴെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ക്രഷ് ചെയ്തത്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്കായിട്ട് ചിക്കൻ്റെ ചെസ്റ്റ് പീസ് നീളത്തിൽ അരിഞ്ഞതാണ്, ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നേരെ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല എങ്കിൽ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിത് ഒരു പാനിലിട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഈ റൈസിന് ഈ ചിക്കൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചിക്കനും ബീഫും മട്ടനൊന്നും കഴിക്കാത്തവർക്കുള്ളൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു മന്തിയാണിത്. ഇതിൻ്റെ കൂടെ ഈ ചിക്കൻ കഴിക്കുന്നവർക്കാണെങ്കിൽ സൂപ്പർ ഫുഡായി. ഈ മന്തി റൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.